പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു നഗരമാണ് മക്ക, അതായത് ബക്ക. ഇന്നത് മക്ക എന്ന പേരിൽ അറിയപ്പെടുന്നു. ബൈബിളിലും പരിശുദ്ധ ഖുർആനിലും ബക്ക എന്ന പേരിലും മക്കയെ അറിയപ്പെടുന്നുണ്ട്. 80 കിലോമീറ്റർ ദൂരം താണ്ടിയാൽ ചെങ്കടൽ തീരത്തെത്താൻ സാധിക്കും. ഒരുപാട് സവിശേഷതകളുള്ള സ്ഥലമാണ് മക്ക. കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം. ലോക മുസ്ലിങ്ങൾ മുഴുവനായും നമസ്കാരത്തിന് കിബിലയായി തിരഞ്ഞെടുക്കപ്പെട്ട കഅബാലയം നിലനിൽക്കുന്ന പ്രദേശം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹറമിൽ പ്രവേശിച്ചവർക്ക് നിർഭയത്വമുണ്ട് എന്ന്. അവിടെ ആരെയും ആക്രമിക്കപ്പെടുകയില്ല. യുദ്ധം ഹറാമാക്കപ്പെട്ട സ്ഥലമാണ്. വേട്ടയാടൽ നിഷിദ്ധമാക്കപ്പെട്ട സ്ഥലമാണ്. ചെടികളും വൃക്ഷങ്ങളും നശിപ്പിക്കാൻ പാടില്ലാത്ത പ്രദേശമാണ്. അത് അന്ത്യദിനം വരെയും പവിത്രമാക്കപ്പെട്ട സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ആരാധനാ കേന്ദ്രം, ആരാധനാ മന്ദിരം നിലനിൽക്കുന്നത് മക്കയിലാണ്. പരിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായത്തിൽ 96-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ആരാധനാലയം ബക്കയിൽ ആണ് എന്ന്. അത് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നതിനും അനുഗ്രഹീതവുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പറയുകയാണ്. അതെ, നമുക്ക് എല്ലാവർക്കും, ഏതൊരു സത്യവിശ്വാസിക്കും നാം 5 നേരവും തിരിഞ്ഞ് നമസ്കരിക്കുന്ന ആ കഅബാലയം ഒന്ന് കാണുവാൻ ആഗ്രഹമുണ്ട്. നമ്മിൽ പലർക്കും അത് സാധിച്ചിട്ടുണ്ടാകും. എനിക്കും അൽഹംദുലില്ലാ അള്ളാഹു ഒരു സൗഭാഗ്യം തന്നു. നമ്മിൽ ആർക്കെങ്കിലും സാധിക്കാത്തതുണ്ടെങ്കിൽ അത് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. ആമീൻ. ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് മക്കയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ്. ഗാർ സൗർ, അതുപോലെ തന്നെ ഹിറാ ഗുഹ എല്ലാം മക്കയിൽ തന്നെയാണുള്ളത്. കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മക്ക. ഹജ്ജും ഉംറയും അതിൻ്റെ ഹജ്ജിൻ്റെ മുഴുവൻ കർമ്മങ്ങളും നടക്കുന്നത് മക്കയിലാണ്. മിന ടെമ്പുകൾ, അതുപോലെ തന്നെ ജംറ, അറഫ മൈതാനം, ഒരുപാട് നമുക്ക് അവിടെ കാണാനുണ്ട്. അല്ലാഹു നമ്മെ ഏവരെയും അവിടെ എത്തിക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.